ഹായ് ഡിയേഴ്സ്, നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. അതിനായിട്ട് 2 കിഴങ്ങാണ് വേണ്ടത്. കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ KFC ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് KFC സ്റ്റൈലിൽ ചിക്കന് പകരം കിഴങ്ങ് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയുമാണ്, അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അതിനായിട്ട് നമുക്ക് കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു നീളത്തിലും ആ ഒരു കനത്തിലും വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു പാകത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നമുക്ക് ബാക്കി എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 കിഴങ്ങും ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ആണ് ചേർത്തിരിക്കുന്നത്. അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് വെളുത്തുള്ളി ഒരു 4 അല്ലി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തത് 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ഇത് നമുക്ക് ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. നമ്മൾ ബജിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അടുത്തതായിട്ട് ഒരു പ്ലേറ്റിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സിൽ നന്നായിട്ട് കിഴങ്ങ് ഒന്ന് മുക്കിയെടുക്കണം. ഇനി നമുക്ക് ഈ മൈദയിലേക്ക് ഇട്ട് കൊടുത്ത് ഓരോന്നായിട്ട് ഇതുപോലെ എടുത്തൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടിത് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് മൈദ ഇതിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഈ ഒരു പാകത്തിന് കിട്ടും. നമ്മൾ KFC ഒക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അതിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ പിടിച്ച് വരും. നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാതെ ഒന്ന് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിട്ട് കൊടുക്കുന്ന ടൈമിൽ എണ്ണ നല്ല തിളച്ച് ഉള്ള എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ആ ടൈമിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. അതിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് ക്രിസ്പി ആയതിന് ശേഷം നല്ലതായിട്ട് ഉൾവശമൊക്കെ വെന്ത് ഒന്ന് ക്രിസ്പി ആകുമ്പം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം മാത്രം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എണ്ണയൊന്നും അധികം കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള KFC സ്റ്റൈലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ചൂടോടെ കൊടുക്കുകയാണെങ്കിൽ. നല്ല സോസിൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.